എക്സോട്ടിക്കിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് ലെജിസ്ലേച്ചർ എന്നുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമ്മൾ ബൈക്യാമറൽ ലെജിസ്ലേച്ചറിൽ വരുന്ന നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ 2 ഹൗസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഇന്നിപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ 2 ഹൗസിൻ്റെയും പവേഴ്സാണ്, അധികാരങ്ങൾ ഏതൊക്കെ രീതിയിലൊക്കെയാണ്, എന്തെല്ലാം അധികാരങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആദ്യം ലോക്സഭയുടെ നോക്കാം. ലോക്സഭയുടെ അധികാരത്തിൽ പ്രധാനമായിട്ടും വരുന്നത് ടു മേക്ക് ലോസ് ഓൺ ദി സബ്ജക്റ്റ് ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. അതായത് യൂണിയൻ ലിസ്റ്റ് അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിലെയും കൺകറൻറ്റ് ലിസ്റ്റിലെയും വരുന്ന സബ്ജക്റ്റുകൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ലോക്സഭയുടെ ഒന്നാമത്തെ ജോലി. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എന്താണ് യൂണിയൻ ലിസ്റ്റ്, എന്താണ് കൺകറൻറ്റ് ലിസ്റ്റ്? ഇനി ഒരു ലിസ്റ്റും കൂടെ ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്. അത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ഇന്ത്യൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോസി ഫെഡറൽ സിസ്റ്റം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അവിടെ ഡിവിഷൻ ഓഫ് പവേഴ്സ് ആണ് അവിടെ ഈ 3 ലിസ്റ്റുകളായിട്ട് പറയുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് എന്നാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അധികാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു സിസ്റ്റത്തെ വിളിക്കുന്ന പേരാണ് ഡിവിഷൻ ഓഫ് പവേഴ്സ്. അപ്പോൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്. അപ്പോൾ അവിടെ ഈ അധികാരങ്ങൾ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഭരണഘടനയിൽ ഈ പറഞ്ഞതുപോലെ 3 ലിസ്റ്റുകൾ. ആ 3 ലിസ്റ്റാണ്. ഒന്നെന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റ്, മറ്റൊന്ന് സ്റ്റേറ്റ് ലിസ്റ്റ്, അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റ്. സ്റ്റേറ്റ് ലിസ്റ്റ് ഉണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്, അതുപോലെ സ്റ്റേറ്റ് ലിസ്റ്റ്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത്, ലോക്സഭയുടെ അധികാരത്തിൽ നമ്മൾ ആദ്യം പറഞ്ഞത് യൂണിയൻ ലിസ്റ്റിലെയും കൺകറൻറ്റ് ലിസ്റ്റിലെയും വരുന്ന സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, നിയമനിർമ്മാണം നടത്തുക. അതായത് ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതെന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? ഇതെന്ന് പറയുന്നത് സെൻട്രൽ, നമ്മൾ ഈ ഇന്ത്യൻ പാർലമെൻറ്റാണ് പറയുക, അവരുടെ ജോലിയാണ് പഠിക്കുന്നത്. ഇത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. മനസ്സിലായില്ലേ? ഇന്ത്യൻ പാർലമെൻറ്റാണ്, അതിൻ്റെ അധികാരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ പറയുന്നത്. മനസ്സിലായി? അപ്പോൾ അതാണ് ഇവിടെ ആദ്യമേ പറഞ്ഞത്. 3 ലിസ്റ്റ് നമ്മൾ പറഞ്ഞു. യൂണിയൻ ലിസ്റ്റിലെയും കൺകറൻറ്റ് ലിസ്റ്റിലെയും വരുന്ന അല്ലെങ്കിൽ അതിൽ ഉൾപ്പെടുന്ന സബ്ജക്റ്റുകൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ലോക്സഭയുടെ ജോലി. ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് അതാണ്. യൂണിയൻ ലിസ്റ്റിലെയും കൺകറൻറ്റ് ലിസ്റ്റിലെയും, അതാണ് ഞാൻ പറഞ്ഞത്. അത് നമുക്ക് നമ്മുടെ ഇന്ത്യൻ സിസ്റ്റം അനുസരിച്ച് അധികാരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ ഡിസ്കസ് ചെയ്യുന്നത്. എങ്കിലും ഈ ഒരു ലിസ്റ്റ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ 3 കൂടെ ഒന്ന് പറഞ്ഞു തരുന്നത്. ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ്. അധികാര വിഭജനം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ഭരണഘടനയിൽ 3 ലിസ്റ്റായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 3 ലിസ്റ്റ് എന്ന് പറയുന്നത് ലിസ്റ്റാണ് നമ്മളിവിടെ പറഞ്ഞത്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ്. അപ്പോൾ ഈ ഇതിലൊക്കെ ഒരുപാട് സബ്ജക്റ്റുകൾ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഫെഡറലിസം എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളും അതുപോലെ തന്നെ കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന സബ്ജക്റ്റുകളും നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് പാർലമെൻറ്റിൻ്റെ ഒന്നാമത്തെ അധികാരം എന്ന് പറയുന്നത്. കേട്ടോ, ഇത് സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാര പരിധിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. മേക്ക് ലോസ് ഓൺ ദ സബ്ജക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദി യൂണിയൻ ലിസ്റ്റ് ആൻഡ് യൂണിയൻ ലിസ്റ്റ് ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ്. ഓക്കെ, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ആൻഡ് ലെജിസ്ലേറ്റ് മണി ബിൽസ് ആൻഡ് ഓർഡിനറി ബിൽസ്. പ്രസൻറ്റ് ദ ലെജിസ്ലേറ്റ് മണി ബിൽ എന്ന് വെച്ചാൽ ധനകാര്യ ബില്ലുകളും അതുപോലെ തന്നെ ഓർഡിനറി ബില്ലും, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, പ്രസൻറ്റ് ചെയ്യാനുള്ള അധികാരം രണ്ടാമത്തത്. മറ്റൊന്ന് പറയുന്നത് അപ്രൂവ്സ് പ്രപ്പോസൽസ് ഓഫ് ടാക്സേഷൻ, അതുപോലെ തന്നെ ബഡ്ജറ്റ്,
അതുപോലെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതെല്ലാം തന്നെ എന്ത് ചെയ്യുക, അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ്. ഏതൊക്കെയാണ് അപ്രൂവ്സ്? ഈ പറഞ്ഞ പോലെ പ്രപ്പോസൽ ഓഫ് ടാക്സേഷൻ, നമുക്കറിയാം നികുതിയും അതുപോലെ നികുതി ഇതര കാര്യങ്ങളും അല്ലെങ്കിൽ ആ വരുമാന കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ബഡ്ജറ്റ്, പിന്നെ അതുപോലെ തന്നെ വാർഷിക സാമ്പത്തിക കണക്ക് വിവരങ്ങൾ, ഇതെല്ലാം തന്നെ അപ്രൂവൽ കൊടുക്കേണ്ട ജോലി എന്ന് പറയുന്നത് ആർക്കാണ്? ലോക്സഭയാണ്. അതാണ് ഇവിടെ പറയുന്നത് അപ്രൂവ്സ് ദ പ്രപ്പോസൽസ് ഓഫ് ടാക്സേഷൻ, അപ്രൂവ്സ് ദ ബഡ്ജറ്റ് ഓഫ് ടാക്സേഷൻ, അതുപോലെ തന്നെ ബഡ്ജറ്റ്, അതുപോലെ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിനെല്ലാം തന്നെ എന്ത് ചെയ്യുക, അപ്രൂവൽ എടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ജോലി, ലോക്സഭയുടെ മറ്റൊരു പവർ അല്ലെങ്കിൽ അധികാരമെന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒന്നെന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിലെയും അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലും വരുന്ന സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, സബ്ജക്റ്റുകൾക്ക് നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ലോക്സഭയുടെ ഒന്നാമത്തെ പവർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു അംഗീകാരം കൊടുക്കുക, അപ്രൂവൽ കൊടുക്കുക, അപ്രൂവൽ ദ പ്രപ്പോസൽസ് ഓഫ് ടാക്സേഷൻ, ബഡ്ജറ്റ്, അതുപോലെ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. മൂന്നാമത്തെന്ന് പറയുന്നത് കൺട്രോൾ ദി എക്സിക്യൂട്ടീവ്, കൺട്രോൾസ് ദ എക്സിക്യൂട്ടീവ് ത്രൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സപ്ലിമെൻ്ററി ക്വസ്റ്റ്യൻസ്, സബ്മിഷൻസ്, അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ. അതെന്ന് പറഞ്ഞാൽ പാർലമെൻറ്റിൻ്റെ മറ്റൊരു പവർ എന്ന് പറയുന്നത് കൺട്രോൾ ദ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യിപ്പിക്കണം. എക്സിക്യൂട്ടീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ പാർലമെൻറ്റിനകത്തിരിക്കുന്ന മിനിസ്റ്റേഴ്സ് ഉണ്ട്, അവർക്ക് അവരിൽ ചോദ്യങ്ങൾ ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ റൂളിംഗ് പാർട്ടിക്ക് എന്തെങ്കിലും മെജോറിറ്റി കുറവോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കറപ്ഷൻസൊക്കെ വരികയാണെങ്കിൽ അവിടെ നോൺ കോൺഫിഡൻസ് മോഷൻ വരും, അവിശ്വാസ പ്രമേയങ്ങൾ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, അതുവഴി എക്സിക്യൂട്ടീവിനെ എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ത്രൂ അതുവഴി ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, സബ്മിഷൻസ്, അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻസ്, അവിശ്വാസ പ്രമേയങ്ങളും മറ്റ് സബ്മിഷൻസുകളും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ആ വഴികളിലൂടെ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യിക്കാൻ ആർക്ക് കഴിയും? ലെജിസ്ലേച്ചറിന് കഴിയും, അതായത് ഈ പറഞ്ഞ പാർലമെൻറ്റിന് കഴിയും. അതാണ് മൂന്നാമത്തെ പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെയാണ് കൺട്രോൾ ദ എക്സിക്യൂട്ടീവ്, ത്രൂ ഏതൊക്കെ വഴിയിലൂടെയാണ്? ത്രൂ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സബ്മിഷൻസ്, അതുപോലെ തന്നെ നോ കോൺഫിഡൻസ് മോഷൻ. അതായത് ക്വസ്റ്റ്യനുകൾ ചോദിക്കുകയും അതുപോലെ തന്നെ സബ്മിഷൻസ് അവതരിപ്പിക്കുകയും അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യിക്കാനുള്ള അധികാരം ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ടാവും. അതാണ് നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് നാലാമത്തെന്ന് പറയുന്നത് അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടന എന്ത് ചെയ്യുക, അമെൻഡ് ചെയ്യാനുള്ള, ഭേദഗതി വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? പാർലമെൻറ്റിനുണ്ട്. ഭരണഘടനയെ എന്ത് ചെയ്യുക, അമെൻഡ് ചെയ്യാനുള്ള ചില പ്രൊവിഷൻസൊക്കെ എന്ത് ചെയ്യാറുണ്ട്? അമെൻഡ് ചെയ്യാറുണ്ട്, മാറ്റം വരുത്താറുണ്ട്. ആ മാറ്റം വരുത്താനുള്ള അധികാരം ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. മനസ്സിലായോ? മറ്റൊന്ന് അപ്രൂവ്സ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. അപ്രൂവ്സ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി, അതായത് എമർജൻസി, അടിയന്തരാവസ്ഥ പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെൻറ്റിനാണ്. മനസ്സിലായില്ലേ? എമർജൻസി നമ്മൾ എക്സിക്യൂട്ടീവ് പഠിച്ചപ്പോൾ പറഞ്ഞു, രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ വരുന്ന 3 എമർജൻസി പവേഴ്സ് പ്രസിഡൻറ്റിന് ഏതൊക്കെയാണ്? നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, അതുപോലെ ഫിനാൻഷ്യൽ എമർജൻസി, അല്ലേ? നാഷണൽ എമർജൻസി ആർട്ടിക്കിൾ 352, സ്റ്റേറ്റ് എമർജൻസി ആർട്ടിക്കിൾ 356, അതുപോലെ ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360.
ഈ 3 തരത്തിലുള്ള എമർജൻസികൾ പ്രഖ്യാപിക്കാനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? പ്രസിഡൻറ്റിന് മാത്രമേ ഉള്ളൂ. അത് ഇതിലേതെങ്കിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതിന് അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെൻറ്റിനാണ്. അതാണ് നമ്മളിവിടെ പറഞ്ഞത്. മനസ്സിലായോ? അപ്രൂവ്സ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. പിന്നെ മറ്റൊന്ന്, പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. മറ്റൊരു അധികാരം. പാർട്ടിസിപ്പേറ്റ്സ് ദി എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് അതുപോലെ തന്നെ ആൻഡ് വൈസ് പ്രസിഡൻ്റ് എന്നാണ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷനുമായിട്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അധികാരം, അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, പങ്കെടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ് എലക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇലക്ടറൽ കോളേജ് എന്നാണ് നമ്മൾ പഠിച്ചത്. ഇലക്ടറൽ കോളേജ് എന്ന് പറഞ്ഞാൽ കൺസിസ്റ്റിംഗ് ദ ബോത്ത് മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് എന്നാണ്. അതായത് 2 സഭയുടെയും അംഗങ്ങൾ ചേർന്ന, ലോക്സഭയുടെയും രാജ്യസഭയുടെയും അംഗങ്ങൾ ചേർന്ന ഒരു സമിതിയാണ് അല്ലെങ്കിൽ ആ കൂട്ടായ്മയാണ് ആരെ ഇലക്ട് ചെയ്യുന്നത്? പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ള അധികാരമാണ് ലോക്സഭയുടെ. ഓക്കെ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്. ഇംപീച്ച്മെൻറ്റ് പ്രോസസ്. പാർട്ടിസിപ്പേറ്റ് ഇൻ ദി, ശ്രദ്ധിക്കുക, പാർട്ടിസിപ്പേറ്റ് ഇൻ ദി പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്. ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുക, അതിൻ്റെ അധികാരമുണ്ട്. ഇംപീച്ച്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നീക്കം ചെയ്യൽ, പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യുന്ന, അതായത് ഈ പറഞ്ഞ പോലെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടൊക്കെ പ്രസിഡൻറ്റ് പ്രവർത്തിക്കുകയാണെങ്കിൽ പാർലമെൻറ്റ് വിളിച്ചുകൂട്ടി പാർലമെൻറ്റിലെ അംഗങ്ങൾ മെജോറിറ്റിയോട് കൂടി പാസ്സാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കറപ്ഷൻ കണ്ടെത്തുകയാണെങ്കിൽ ആ സ്ഥാനത്ത് നിന്ന് ആരെ മാറ്റാൻ പറ്റും? പ്രസിഡൻറ്റിനെ മാറ്റാൻ പറ്റും. അത് മാറ്റുന്നത് പാർലമെൻറ്റാണ്. അപ്പോൾ പാർലമെൻറ്റിൻ്റെ ആ ഒരു മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ്. അപ്പോൾ അതിന് അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? മാറ്റാനുള്ള അല്ലെങ്കിൽ പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യാനുള്ള അധികാരം എന്ന് പറയുന്നത് പാർലമെൻറ്റിൻ്റെയാണ്. അതുകൊണ്ടാണ് ഇവിടെ ലോക്സഭയുടെ അധികാരത്തിൽ അത് ഇവിടെ വരുന്നത്. പ്രസിഡൻറ്റ് മാത്രമല്ല, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഇതെല്ലാം തന്നെ ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കപ്പെടും. ലാസ്റ്റ് ഒരു സെൻറ്റൻസ് അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ പ്രോസസ് ഓഫ് ഇംപീച്ച്മെൻറ്റ്, അതാണ് നമ്മൾ പറഞ്ഞത്. അതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രസിഡൻറ്റിനെ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്ന പ്രോസസ്സ്, അതായത് നീക്കം ചെയ്യുന്ന വ്യവസ്ഥ, പാർലമെൻറ്റിലെ അംഗങ്ങൾ, അതായത് ബോത്ത് മെമ്പേഴ്സ് ഓഫ് ദി, അതായത് പാർലമെൻറ്റിലെ 2 സഭകളിലെ അംഗങ്ങൾ ചേർന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഈ പ്രസിഡൻറ്റിനെ എന്ത് ചെയ്യുന്നു? നീക്കം ചെയ്യുന്നു, തൽസ്ഥാനത്ത് നീക്കം ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ്. ഓക്കെ, അപ്പോൾ അതിൽ പ്രസിഡൻ്റ് ആകാം, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻ്റ് ആകാം, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഇവരെയൊക്കെ എന്ത് ചെയ്യാം? ഈ പറഞ്ഞ രീതിയിൽ കറപ്ഷൻസ് കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ തൽസ്ഥാനത്ത് നിന്ന് അവരെ മാറ്റാം. ആ മാറ്റുന്ന പ്രക്രിയയെ വിളിക്കുന്ന പേരാണ്, ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഇംപീച്ച്മെൻറ്റ്. ആ ഇംപീച്ച്മെൻറ്റ് ചെയ്യുന്നത് ആരാണ്? പാർലമെൻറ്റാണ്. മനസ്സിലായോ? അതുകൊണ്ടാണ് ലോക്സഭയ്ക്ക് ഒരു അധികാരം ഇവിടെ വരുന്നത്. മറ്റൊന്ന്, കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ആൻഡ് അപ്പോയിൻറ്റ്സ് ദ കമ്മീഷൻസ് ആൻഡ് കൺസിഡേഴ്സ് ദ റിപ്പോർട്ട്സ്. ചില പാർലമെൻറ്റ് ചില കമ്മീഷൻസുകൾ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ കമ്മിറ്റികൾ രൂപീകരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അതിനെല്ലാം തന്നെ അപ്രൂവലൊക്കെ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ അധികാരം എന്ന് പറയുന്നത് ലോക്സഭയ്ക്കാണ്. മനസ്സിലായോ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ്, കോൺസ്റ്റിറ്റ്യൂട്ട്സ് കമ്മിറ്റീസ്, അതുപോലെ തന്നെ കമ്മീഷൻസ്, ഇതിനെല്ലാം തന്നെ അപ്രൂവൽ കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അതെല്ലാം തന്നെ പിന്നീട് തീരുമാനിക്കുകയും അല്ലെങ്കിൽ ആ കമ്മീഷനെ രൂപീകരിക്കുകയും ഇതൊക്കെ ചെയ്യേണ്ട ജോബ് അല്ലെങ്കിൽ അധികാരം എന്ന് പറയുന്നത് ആർക്കാണ്? ലോക്സഭയ്ക്കാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ലോക്സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പവേഴ്സ് എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പോൾ ഓർമ്മിക്കുക.
ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഏതൊക്കെയാണ് നമ്മൾ ആദ്യം പറഞ്ഞു, യൂണിയൻ ലിസ്റ്റിലെയും അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിലേക്ക് വരുന്ന സബ്ജക്റ്റുകൾക്ക് എന്ത് ചെയ്യുക, നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ് ഒന്നാമത്തെ ജോലി. രണ്ടാമത്തെന്ന് പറഞ്ഞാൽ മണി ബിൽ അതുപോലെ തന്നെ ഓർഡിനറി ബിൽ ഇതെല്ലാം തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതുപോലെ തന്നെ അപ്രൂവ്സ് ദ പ്രപ്പോസൽസ് ഓഫ് ടാക്സേഷൻ, ബഡ്ജറ്റ്, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഉദ്ദേശിക്കുന്നത് ഈ പറഞ്ഞ പോലെ ടാക്സേഷൻ അതുപോലെ തന്നെ ബഡ്ജറ്റ് അതുപോലെ തന്നെ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇതിനൊക്കെ അപ്രൂവൽ കൊടുക്കുക. അതുപോലെ തന്നെ മറ്റൊന്ന് കൺട്രോൾ ദ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യുക. എങ്ങനെ? ത്രൂ നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ആൻഡ് സബ്മിഷൻസ് ആൻഡ് നോൺ കോൺഫിഡൻസ് മോഷൻസ്. ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടും അതുപോലെ സബ്മിഷൻസ് കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ നോൺ കോൺഫിഡൻസ് മോഷൻ കൊണ്ടുവന്നിട്ടും അവിശ്വാസ പ്രമേയങ്ങളൊക്കെ കൊണ്ടുവന്ന് എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനുള്ള അധികാരവും ആർക്കുണ്ട്? ലെജിസ്ലേച്ചറിനുണ്ട്. അതായത് നമ്മുടെ ലോക്സഭയ്ക്ക് ഉണ്ട്. അതുപോലെ തന്നെ അമെൻഡ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഭരണഘടനയെ എന്ത് ചെയ്യുക, അമെൻഡ് ചെയ്യുക, മാറ്റം വരുത്തുക, അതിനുള്ള അധികാരം ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. അതുപോലെ തന്നെ അപ്രൂവ്സ് ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പ്രസിഡൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എമർജൻസി എന്ത് ചെയ്യുക, അതിന് അപ്രൂവൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? ഈ പറഞ്ഞ ലോക്സഭയ്ക്ക് ഉണ്ട്. നമ്മൾ പറഞ്ഞു 3 ടൈപ്പ് ഓഫ് എമർജൻസി നമ്മൾ പറഞ്ഞു: നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. ഇങ്ങനെയുള്ള എമർജൻസികൾ എന്ത് ചെയ്യുക, അതിന് അപ്രൂവൽ കൊടുക്കാനുള്ള അധികാരമെന്ന് പറയുന്നത് ആർക്കാണ്? ലെജിസ്ലേച്ചർ അല്ലെങ്കിൽ ലോക്സഭയ്ക്കാണ്. മറ്റൊന്ന് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എലക്ഷൻ ഓഫ് പ്രസിഡൻറ്റ് ആൻഡ് വൈസ് പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും എലക്ഷനിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു അധികാരം. അവിടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം, ഇലക്ട്രൽ കോളേജാണ് പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. ആ ഇലക്ട്രൽ കോളേജ് എന്ന് പറയുന്നത് ദ മെമ്പേഴ്സ് ഓഫ് ദി ബോത്ത് ഹൗസസ് ഓഫ് ദി പാർലമെൻറ്റ്. 2 ഹൗസിലെയും അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2 സഭകളിലെയും അംഗങ്ങൾ ചേർന്നാണ് ആരെ ഇലക്ട് ചെയ്യുന്നത്? പ്രസിഡൻറ്റിനെ ഇലക്ട് ചെയ്യുന്നത്. ആ ഇലക്ട് ചെയ്യുന്ന പ്രോസസ്സിൽ എന്ത് ചെയ്യുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ലോക്സഭയുടെ മറ്റൊരു അധികാരം. അതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ ഇംപീച്ച്മെൻറ്റ് ഓഫ് ദി പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്. അതായത് ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് വഴി ആരൊക്കെ? പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ഹൈക്കോർട്ട്, ഇവരെയൊക്കെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുന്നു. പാർലമെൻറ്റ് വിചാരിച്ചാൽ ഇവരെയൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പറ്റും. അത് എങ്ങനെയെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞ രീതിയിൽ അവരെ പൊസിഷനിൽ അവർ കറപ്ഷൻസൊക്കെ കാണിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യാൻ പറ്റും? തൽസ്ഥാനത്ത് നിന്നും മാറ്റാൻ പറ്റും. ആ ഒരു അധികാരമാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സ് അത് നടത്തുന്നത് പാർലമെൻറ്റാണ്. പിന്നെ ഞാൻ പറഞ്ഞു, ലാസ്റ്റ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കമ്മീഷൻസുകൾ, കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസ് ആൻഡ് അപ്പോയിൻറ്റ്സ് ദ കമ്മീഷൻസ് ആൻഡ് കൺസിഡേഴ്സ് ദ റിപ്പോർട്ട്. കമ്മീഷൻ്റെയും അതുപോലെ തന്നെ ഈ പറഞ്ഞ കമ്മിറ്റിയുടെയൊക്കെ രൂപീകരിക്കുകയും അവരുടെ റിപ്പോർട്ടൊക്കെ ചെക്ക് ചെയ്യുക എന്നൊക്കെയുള്ള പ്രധാനപ്പെട്ട അധികാരങ്ങളൊക്കെ ആർക്കുണ്ട്? ലോക്സഭയ്ക്കുണ്ട്. ഇത്രയുമാണ് ലോക്സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരം. ഇനി ഇതുപോലെ തന്നെ ആർക്കുണ്ട് അധികാരം? രാജ്യസഭയ്ക്കുണ്ട്. നമ്മളിപ്പോൾ ഇത്രയും പറഞ്ഞത് ലോക്സഭയുടെ അധികാരങ്ങളാണ്. ഇതുപോലെ തന്നെ രാജ്യസഭയ്ക്കും ഇതുപോലെ അധികാരങ്ങളുണ്ട്. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ പറയേണ്ടത് കൺസിഡേഴ്സ് ആൻഡ് അപ്രൂവ്സ് ദ ഓർഡിനറി ബിൽസ് ആൻഡ് സബ്ജക്ട്സ് അമെൻമെൻറ്റ് ടു ദ മണി ബിൽ. ഓർഡിനറി ബില്ലിന് എന്ത് ചെയ്യുക? അപ്രൂവൽ കൊടുക്കുക. അതുപോലെ തന്നെ മണി ബില്ലിന് എന്ത് ചെയ്യുക? ചില അമെൻമെൻറ്റുകൾ, സജഷൻസ് കൊടുക്കുക. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതാണ് പറയുന്നത്. ഒന്നെന്ന് പറയുന്നത് കൺസിഡേഴ്സ് ആൻഡ് അപ്രൂവ്സ് എന്താണ് ഓർഡിനറി ബിൽ ആൻഡ് സജസ്റ്റ് അമെൻമെൻറ്റ് ഇൻ ദി അമെൻമെൻറ്റ്സ് ടു മണി ബിൽസ്. ധനകാര്യ ബില്ലിന് ചില മാറ്റങ്ങൾ വരുത്താനുള്ള സജഷൻസ് കൊടുക്കാം. മനസ്സിലായില്ലേ സാർ? പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്രൂവ്സ് ദ ഓർഡിനറി ബിൽ എന്ന് എന്ത് ചെയ്യുക? അപ്രൂവൽ കൊടുക്കുക. ഈ ഒരു അധികാരമാണ് രാജ്യസഭയുടെ ഒന്നാമത്തത്. രണ്ടാമതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ലോക്സഭയിൽ പറഞ്ഞ പോലെ തന്നെ അപ്രൂവ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്. ഭരണഘടനാപരമായിട്ടുള്ള അമെൻമെൻറ്റുകൾ, ഭേദഗതികൾക്ക് എന്ത് ചെയ്യുക?
അപ്രൂവൽ കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു ജോലി. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്രൂവ്സ് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഭരണഘടനാപരമായിട്ടുള്ള അമെൻമെൻറ്റുകൾക്ക് എന്ത് കൊടുക്കുക? അപ്രൂവൽ കൊടുക്കുക. പിന്നെ കൺട്രോൾ ദ എക്സിക്യൂട്ടീവ് ബൈ ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആൻഡ് ഇൻട്രൊഡ്യൂസിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഇതാണ് കൺട്രോൾ ദ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യിപ്പിക്കാനുള്ള ചില പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അതുപോലെ തന്നെ പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ നോൺ കോൺഫിഡൻസ് മോഷൻസ് അവതരിപ്പിക്കുക. ഇതുവഴി എന്ത് ചെയ്യുക? എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കും ഉണ്ട്. മറ്റൊന്ന് നമ്മൾ ലോക്സഭയിൽ പറഞ്ഞതുപോലെ തന്നെ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ എലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെയും വൈസ് പ്രസിഡന്റിൻ്റെയും ഇലക്ഷനിൽ എന്ത് ചെയ്യുക? പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. കാര്യം ഞാൻ പറഞ്ഞു, പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റിനെ എലക്ട് ചെയ്യുന്നതാണ് 2 ഹൗസിലെ അംഗങ്ങൾ ചേർന്നാണ് എലക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ലോക്സഭയിൽ പറഞ്ഞതുപോലെ തന്നെയാണ് ഇവിടെ രാജ്യസഭയിലുള്ള മെമ്പേഴ്സിനും എന്തുണ്ട്? ആ ഒരു ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. മറ്റൊന്ന് പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിമൂവൽ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിൽ ലോക്സഭയിൽ അതേ അധികാരം ആർക്കുണ്ട്? ആ സെയിം അധികാരം ആർക്കുണ്ട്? ഈ പറഞ്ഞ രാജ്യസഭയുടെ അംഗങ്ങൾക്കും ഉണ്ട്. കാര്യം ഇംപീച്ച്മെൻറ്റ് പ്രോസസ്സിലൂടെ പോകുന്ന പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട്, ഇവരൊക്കെ ഈ പറഞ്ഞ രീതിയിലുള്ള പൊസിഷനിൽ ഇവരെന്തെങ്കിലും കറപ്ഷൻ കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ നിർത്തുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ തലസ്ഥാനത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്നു? മാറ്റുന്നു. ആ പ്രക്രിയയിൽ പങ്കെടുക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കും ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും രാജ്യസഭയുടെ അധികാരങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഈ പറഞ്ഞ രീതിയിൽ ഓർഡിനറി ബിൽസ് അതിന് സാധാ ബില്ല് അല്ലെങ്കിൽ ഓർഡിനറി ബില്ലിന് എന്ത് ചെയ്യുക? അപ്രൂവൽ കൊടുക്കുക. അതുപോലെ തന്നെ ഈ പറഞ്ഞ മണി ബില്ലിന് സജഷൻസ് കൊണ്ടുവരിക, അങ്ങനെയുള്ളൊരു അധികാരമുണ്ട്. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അപ്രൂവ്സ് ദി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സ്, ഭരണഘടനാ ഭേദഗതിക്ക് ചെയ്യാനുള്ള അധികാരം അതും രാജ്യസഭയ്ക്കുണ്ട്. നമ്മൾ ലോക്സഭയിൽ പറഞ്ഞ കാര്യം തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ കൺട്രോൾ ദ എക്സിക്യൂട്ടീവിനെ കൺട്രോൾ ചെയ്യാനുള്ള രീതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ, അതിലും ആർക്ക് റോളുണ്ട്? രാജ്യസഭയുടെ മെമ്പേഴ്സിന് റോളുണ്ട്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അവരെ കൺട്രോൾ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, ആസ്കിങ് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ സബ്മിഷൻസ്, അതുപോലെ തന്നെ നോൺ കോൺഫിഡൻസ് മോഷൻസ്. ക്വസ്റ്റ്യൻ ചോദിച്ചും സബ്മിഷൻസ് കൊണ്ടുവന്നും അതുപോലെ തന്നെ അവിശ്വാസ പ്രമേയങ്ങൾ കൊണ്ടുവന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? എക്സിക്യൂട്ടീവിനെ അല്ലെങ്കിൽ ഈ പറഞ്ഞ റൂളിംഗ് പാർട്ടി എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും. ആ ഒരു അധികാരമുണ്ട്. പിന്നെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അധികാരം, അതുപോലെ തന്നെ പ്രസിഡൻറ്റിൻ്റെയും വൈസ് പ്രസിഡൻറ്റിൻ്റെയും അതുപോലെ തന്നെ ജഡ്ജസ് ഓഫ് ദി സുപ്രീം കോർട്ട് ആൻഡ് ഹൈ കോർട്ട് ഇവരുടെയൊക്കെ ഇവരെയൊക്കെ ഇംപീച്ച്മെൻറ്റിലൂടെ പുറത്താക്കാനുള്ള അധികാരം ആർക്കുണ്ട്? രാജ്യസഭയ്ക്കുണ്ട്. നമ്മൾ ലോക്സഭയിൽ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിലും വരുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടും വരുന്ന അധികാരങ്ങളെന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം ലോക്സഭയുടെയും രാജ്യസഭയുടെയും അധികാരങ്ങൾ തമ്മിൽ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യും? കൃത്യമായിട്ട് ചോദിക്കും. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല, ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ രണ്ടും പവേഴ്സ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ എന്ന് പറയുന്ന ഈ ടോപ്പിക്ക്, ഈ പറഞ്ഞ പോയിൻറ്റുകൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കണം. എക്സാമിന് ചോദിക്കുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ്. ഓക്കെ.